എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നത് ഒരു യാദൃശ്ചികം മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ മനസ്സിലുള്ള ചില ചോദ്യങ്ങൾക്ക് കുറച്ച് വ്യക്തത തേടുകയാണ് നിങ്ങൾ. ഇന്ന് നമ്മൾ ഒരുമിച്ച് അന്വേഷിക്കാൻ പോകുന്നത്, അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ? അവർക്ക് പറയാൻ കഴിയാത്ത വികാരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്? നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഈ നിമിഷം കാണുന്ന എനർജി എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ ഒരു റീഡിംഗ് ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഒരുപോലെ ബാധകമാവണമെന്നില്ല. നിങ്ങളുടെ മനസ്സുമായി യോജിക്കുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുക. യോജിക്കാത്ത ഭാഗങ്ങൾ സ്വതന്ത്രമായി വിട്ടേക്കാം. ഇപ്പോൾ ഒരു ചെറിയ നിമിഷം കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. ആ ഒരു വ്യക്തിയുടെ മുഖം മാത്രം മനസ്സിൽ കാണുക. അവരുടെ പേര് മനസ്സിൽ ഒരിക്കൽ മാത്രം പറയുക. ഇനി മനസ്സിൽ ഒരു ചോദ്യം മാത്രം വയ്ക്കുക. ആ ചോദ്യം ഇതാണ്. യൂണിവേഴ്സിനോട് നിങ്ങൾ ചോദിക്കുന്നതാണ്. ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വെക്കണം. ഈ ബന്ധത്തെക്കുറിച്ച് എനിക്കിപ്പോൾ അറിയേണ്ട സന്ദേശം എന്താണ്? ഓക്കെ, ആഴത്തിലൊരു ശ്വാസം എടുക്കൂ. പതുക്കെ പുറത്തേക്ക് വിടൂ. നിങ്ങളുടെ മനസ്സ് തയ്യാറായെന്ന് തോന്നുന്ന നിമിഷത്തിൽ കണ്ണുകൾ തുറക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ 4 കാർഡുകൾ കാണുന്നുണ്ട്. അപ്പോൾ വളരെയധികം ചിന്തിക്കാൻ നിൽക്കേണ്ട. ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ആകർഷിക്കുന്ന കാർഡ് ഏതാണ് അത് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ ഒരു വ്യക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷകമാകുന്ന ഒരു കാർഡ് തിരഞ്ഞെടുക്കുക. ചിലപ്പോൾ ആദ്യത്തെ തോന്നലായിരിക്കും ഏറ്റവും വ്യക്തമായത്. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. റീഡിംഗ് ആരംഭിക്കാം. നിങ്ങൾ ഏത് കാർഡാണോ തിരഞ്ഞെടുത്തത് അതിനനുസരിച്ചുള്ള പാർട്ട് മാത്രം കണ്ടാൽ മതിയാവും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കാർഡാണോ എടുത്തത് ആ ഒരു പോർഷൻ മാത്രം കണ്ടാൽ മതിയാവും. നിങ്ങൾ ഒന്നാമത്തെ കാർഡാണ് എടുത്തതെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സ് എന്ന കാർഡാണ്. ഈ കാർഡിൽ നിന്ന് ആദ്യം തന്നെ മനസ്സിലാവുന്നത് ഒരു ശക്തമായ ഇമോഷണൽ കണക്ഷനാണ്. നോക്കൂ, എല്ലാ ബന്ധങ്ങളും ഒരുപോലെയല്ല. ചിലർ ദിവസവും സംസാരിക്കും, പക്ഷേ മനസ്സുകൊണ്ട് അകന്നിരിക്കും. ചിലർ മാസങ്ങളായി സംസാരിച്ചിട്ടില്ലെങ്കിലും മനസ്സിൽ ഇന്നും പരസ്പരം ഓർമ്മിക്കുന്നുണ്ടാവാം. ഈ കാർഡ് എന്നോട് പറയുന്നത് രണ്ടാമത്തെ തരത്തിലുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തി ഇപ്പോൾ ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചെറിയ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഒരു പാട്ട് കേൾക്കുമ്പോഴോ, നിങ്ങൾ ഒരുമിച്ച് പോയിരുന്നൊരു സ്ഥലം കാണുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു വാക്ക് മറ്റൊരാളിൽ നിന്ന് കേൾക്കുമ്പോഴോ അവർക്ക് പെട്ടെന്ന് നിങ്ങൾ ഓർമ്മ വരാം. ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ മറന്നെന്ന് കരുതുന്ന ഒരാളെ ഒരു മണം, ഒരു പാട്ട്, ഒരു മഴ, അല്ലെങ്കിൽ ഒരു റോഡ്, ഇതൊക്കെ പെട്ടെന്ന് ഓർമ്മിപ്പിക്കാറില്ലേ? ഈ കാർഡിൻ്റെ എനർജിയും അതേപോലെയാണ്. ഇനി മറ്റൊരു കാര്യം, ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ സന്തോഷം മാത്രമല്ല ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ കുറ്റബോധവും ഉണ്ടാവാം. ഞാൻ അന്ന് കുറച്ചുകൂടി മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആ ദിവസം ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഞാൻ എൻ്റെ അഹങ്കാരം മാറ്റി വെച്ചിരുന്നെങ്കിൽ, ഇത്തരം ചിന്തകൾ ചിലർക്കെങ്കിലും വരാം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ഇതൊന്ന് ഒത്തുചേർത്ത് നോക്കൂ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നോ? ആരാണ് മെസ്സേജ് അയക്കേണ്ടതെന്നൊരു മൗനയുദ്ധമെങ്കിലും ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ജീവിതത്തിലെ തിരക്കുകൾ കാരണം സംസാരിക്കാൻ കഴിയാതെ പോയതാണോ നിങ്ങൾ? ഇത്തരം സാഹചര്യങ്ങളിൽ 2 പേർക്കും വികാരങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ ആരും ആദ്യം ചുവട് വയ്ക്കുന്നില്ല. ഈ കാർഡ് തന്നെ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു പ്രധാന കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ ഒരു മെസ്സേജിൽ മാത്രം ആശ്രയിച്ചാവരുത്. കാരണം യഥാർത്ഥ സ്നേഹം നിങ്ങളെ കാത്തിരിപ്പിൽ മാത്രം നിർത്തില്ല. നിങ്ങൾ വളരണമെന്നും നിങ്ങൾ ചിരിക്കണമെന്നും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണമെന്നും അത് ആഗ്രഹിക്കും. അതുകൊണ്ട് ഈ റീഡിംഗ് കേൾക്കുമ്പോൾ ഒരു ചോദ്യം സ്വയം ചോദിക്കുക. ഈ ബന്ധത്തിനായിട്ട് കാത്തിരിക്കുമ്പോൾ എൻ്റെ സ്വന്തം ജീവിതം ഞാൻ ജീവിക്കുന്നുണ്ടോ എന്ന്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ചിലപ്പോൾ ഈ റീഡിങ്ങിനേക്കാൾ വിലപ്പെട്ടതായിരിക്കാം. ഈ കാർഡിൻ്റെ അവസാന സന്ദേശം വളരെ മനോഹരമാണ്. ചില ബന്ധങ്ങൾ വീണ്ടും തുടങ്ങും. ചില ബന്ധങ്ങൾ മനസ്സിന് സമാധാനം നൽകി അവസാനിക്കുകയാണ് ചെയ്യുക. ഏതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാകുകയെന്ന് ഈ കാർഡ് ഉറപ്പായി പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിന് സത്യസന്ധമായ തീരുമാനമാണ് അവസാനം നിങ്ങൾക്ക് സമാധാനം നൽകുകയെന്ന്. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത്. അതേസമയം നിങ്ങളുടെ ജീവിതം നിർത്തിവെക്കുകയോ അരുത്. നിങ്ങൾക്കും സ്നേഹം അർഹമാണ്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു മനോഹരമായ അടുത്ത അധ്യായം അർഹമാണ്. നിങ്ങൾ രണ്ടാമത്തെ കാർഡ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വ്യക്തിയുടെ എനർജി ഇപ്പോൾ വളരെ നിശബ്ദമാണ്. പക്ഷേ ആ നിശബ്ദതയെ കണ്ടിട്ട് അവർക്ക് എന്നോട് ഇനി ഒന്നും തോന്നുന്നില്ല എന്ന് ഉടനെ തീരുമാനിക്കരുത്. കാരണം ദ ഹെർമിറ്റ് എന്ന കാർഡ് എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം, എല്ലാ നിശബ്ദതയും അകൽച്ചയല്ല. ചില നിശബ്ദതകൾ ഉള്ളിൽ നടക്കുന്ന വലിയ പോരാട്ടങ്ങളാണ്.
എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തി ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ പുറത്ത് കാണിക്കുന്നത് ഒന്നായിരിക്കാം, പക്ഷേ ഉള്ളിൽ നടക്കുന്നത് മറ്റൊന്നായിരിക്കാം. ചില ആളുകൾക്ക് ഒരു പ്രശ്നം വന്നാൽ എല്ലാവരോടും തുറന്ന് സംസാരിക്കാൻ കഴിയും. പക്ഷേ ചിലരങ്ങനെയല്ല. അവർക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് മാറി നിൽക്കും. ഫോൺ പോലും എടുക്കില്ല. മെസ്സേജിന് മറുപടി വൈകും. സോഷ്യൽ മീഡിയയിൽ പോലും അധികം സജീവമായിരിക്കില്ല. നിങ്ങളുടെ വ്യക്തി അത്തരമൊരു സ്വഭാവക്കാരനാണോ അല്ലെങ്കിൽ സ്വഭാവക്കാരിയാണെങ്കിൽ ഈ കാർഡ് അതുമായി നന്നായി യോജിക്കുന്നു. ഇപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നു. ഈ വ്യക്തി പല കാര്യങ്ങളിലും ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. ഒരു മെസ്സേജ് അയക്കണോ അല്ലെങ്കിൽ വിളിക്കണോ സംസാരിക്കണോ അതോ ഇനി അതൊന്നും വേണ്ടയോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് വീണ്ടും ഡിലീറ്റ് ചെയ്യാം. കാരണം അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ ഞാൻ സംസാരിച്ചാൽ അവർ എന്ത് കരുതും, അവർ എന്നെ ക്ഷമിക്കുമോ, അല്ലെങ്കിൽ അവർക്കിനി എന്നെ ആവശ്യമില്ലെങ്കിലോ. ഇത്തരം ഭയങ്ങൾ ചിലപ്പോൾ ഒരാളെ ഒന്നും ചെയ്യാതെ നിർത്തും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതമായി ഇതൊന്ന് ബന്ധപ്പെടുത്തി നോക്കൂ. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ വലിയ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ സംസാരിക്കാതെ ഇരുന്നത് പതിവായി. ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, അങ്ങനെ ഒരുപാട് സമയം കടന്നു പോയിട്ടുണ്ടാവാം. ഇപ്പോൾ രണ്ടാർക്കും സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടാവാം, പക്ഷെ ആദ്യം ആരാണ് തുടങ്ങേണ്ടത് എന്നറിയില്ല. ഈ ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങളുണ്ടാവുക. ഈ ഒരു അവസ്ഥയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ചിലർക്കിത് പ്രണയബന്ധമല്ല, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അകലായിരിക്കാം. വീട്ടിൽ ദിവസവും കാണുന്നുണ്ടാവാം, പക്ഷേ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് മാസങ്ങളായിട്ടുണ്ടാവാം. പുറത്തുനിന്ന് നോക്കുന്നവർക്കെല്ലാം നന്നായിട്ട് തോന്നും, പക്ഷേ ഉള്ളിൽ രണ്ടുപേരും ഒറ്റപ്പെട്ടവരായിരിക്കും. ഈ കാർഡ് അത്തരമൊരു നിശബ്ദ ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഇനി മറ്റൊരു കൂട്ടം ആളുകൾക്ക് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ജോലി, സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ കുടുംബ ഉത്തരവാദിത്തം എന്നിവയിൽ മുഴുകിയിരിക്കാം. ചില ആളുകൾക്ക് സ്നേഹമുണ്ടെങ്കിലും ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം അത് പ്രകടിപ്പിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് ജോലി നഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവൻ ആരോടൊന്നും പറയുന്നില്ല. കാരണം ഞാൻ ആദ്യം എൻ്റെ ജീവിതം ശരിയാക്കട്ടെ എന്നൊരു ചിന്തയിലായിരിക്കാം അവർ. അപ്പോൾ അവർ സ്നേഹിക്കുന്ന ആളിൽ നിന്ന് പോലും അകന്നു നിൽക്കാൻ സാധ്യതയുണ്ട്. ഈ കാർഡിൽ ഞാൻ കാണുന്ന മറ്റൊരു എനർജി റിഗ്രറ്റ് ആണ്. ചെറിയ ചെറിയ പശ്ചാത്താപങ്ങൾ. ഞാനന്ന് കുറച്ചുകൂടി ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആ ദിവസം ഫോൺ എടുത്തിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നില്ല. ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർത്ത് ചിലപ്പോൾ അവർ സ്വയം കുറ്റപ്പെടുത്താനും സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ദയവായി അവരുടെ നിശബ്ദതയെക്കുറിച്ച് 100 കഥകൾ മനസ്സിലുണ്ടാക്കരുത്. കാരണം സത്യം എന്താണെന്ന് നിങ്ങൾക്കോ എനിക്കോ അറിയില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുക, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടുത്താതിരിക്കുക. ഇപ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഈ ബന്ധത്തിനായി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു പോകുന്നുണ്ടോ? നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഇതെല്ലാം പിന്നിലായി പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ കാർഡ് ആദ്യം നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുമെന്നാണ് പറയുന്നത്. കാരണം മനസമാധാനമുള്ള ഒരാളാണ് ആരോഗ്യകരമായ ഒരു ബന്ധം നിർമ്മിക്കാൻ കഴിയുക. ഈ കാർഡിൻ്റെ അവസാന സന്ദേശം, നിശബ്ദത എന്നത് എല്ലായ്പ്പോഴും അവസാനമല്ല, പക്ഷേ നിങ്ങളുടെ ജീവിതം നിർത്തിവെക്കാനുള്ള കാരണവുമല്ല. നിങ്ങൾ ജീവിക്കുക, നിങ്ങൾ വളരൂ, നിങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തും. നിങ്ങൾ 3ാമത്തെ കാർഡ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ആദ്യം ഞാൻ ഈ കാർഡ് കാണുന്നത് ഒരു അകലം മാത്രമല്ല, ഒരു വൈകാരിക യാത്രയാണ്. ചില ബന്ധങ്ങൾ അവസാനിക്കുന്നത് വഴക്ക് കൊണ്ടല്ല, ചില ബന്ധങ്ങൾ അവസാനിക്കുന്നത് സ്നേഹമില്ലാത്തത് കൊണ്ടും അല്ല. ജീവിതം ഓരോരുത്തരെയും ഓരോ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. ഈ കാർഡ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പുറമെ എല്ലാവരുടെയും മുന്നിൽ സന്തോഷവാനായി കാണിച്ചേക്കാം, ചിരിക്കാം, ജോലിക്ക് പോകാം, സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാം. പക്ഷേ രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ശാന്തമായ നിമിഷത്തിൽ ചില പഴയ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ഓർമ്മകളിൽ നിങ്ങളും ഉണ്ടായേക്കാം. എനിക്ക് ഇവിടെ മറ്റൊരു കാര്യം കൂടി കാണാൻ കഴിയുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. കാരണം ചിലപ്പോൾ ആളുകൾ വിചാരിക്കും, ഇനി മുന്നോട്ട് പോകണോ, ഇനി പഴയ കാര്യങ്ങൾ ഓർക്കരുത്. പക്ഷേ മനസ്സെല്ലായ്പ്പോഴും നമ്മുടെ വാക്ക് കേൾക്കണം എന്നില്ല. ഒരു പാട്ട്, ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു മഴ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സുഗന്ധം, ഇവയൊക്കെ പെട്ടെന്നൊരു ഓർമ്മയെ തിരികെ കൊണ്ടുവരും. അപ്പോൾ അവർ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചേക്കാം. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ വലിയ സ്നേഹമുണ്ടായിരിക്കാം, പക്ഷേ ജീവിതത്തിലെ സാഹചര്യങ്ങൾ രണ്ടുപേരെയും വേർപെടുത്തിയിട്ടുണ്ടാവാം. ഒരാൾക്ക് വിദേശത്ത് ജോലി ലഭിച്ചു, മറ്റൊരാൾക്ക് കുടുംബ ഉത്തരവാദിത്തങ്ങൾ. ആദ്യം ദിവസവും സംസാരിച്ചിരുന്നു, പിന്നീട് ആഴ്ചയിലൊരിക്കലായി, അതിനുശേഷം മാസത്തിലൊരിക്കലായി സംസാരം. അങ്ങനെ അകലം പതുക്കെ കൂടിക്കൊണ്ടിരിക്കും.
ആ ബന്ധം അവസാനിച്ചിരിക്കാം, പക്ഷേ ചില ഓർമ്മകൾ ഇന്നും അവസാനിച്ചിട്ടുണ്ടാവില്ല. ഈ കാർഡ് അത്തരമൊരു എനർജിയെയും കാണിക്കാറുണ്ട്. ചിലർക്കിത് ബ്രേക്കപ്പിന് ശേഷമുള്ള ഒരു അവസ്ഥയായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോകാൻ ശ്രമിച്ചു, സോഷ്യൽ മീഡിയയിലെല്ലാം നന്നായി കാണിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഉള്ളിൽ ഇത് വേറെ രീതിയിൽ അവസാനിക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം ചിലപ്പോൾ ഇപ്പോഴും വരാം. ഈ കാർഡിൽ ഞാൻ കാണുന്ന മറ്റൊരു കാര്യം, ഈ വ്യക്തി ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുകയാണ്. മുമ്പ് ചെയ്ത ചില തെറ്റുകൾ മനസ്സിലാക്കിയിരിക്കാം. അവർക്കിപ്പോൾ തോന്നുന്നുണ്ടാവാം, ഞാൻ ആദ്യം എന്നെ തന്നെ മാറ്റണമെന്ന്. കാരണം ചിലപ്പോൾ ഒരാൾ ബന്ധത്തിലേക്ക് തിരികെ വരുന്നതിന് മുമ്പ് സ്വന്തം ജീവിതം ശരിയാക്കാൻ ശ്രമിക്കും. ഇനി മറ്റൊരു സാഹചര്യം പറയാം. ചില ആളുകൾ സ്നേഹിക്കുന്നവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അകന്നു നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം അവർ കരുതും, എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അവർക്കും ഒരു ഭാരമാകരുത് എന്ന്. അപ്പോൾ അവർ നിശബ്ദമായി മാറി നിൽക്കും. അത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് സ്വന്തം അവസ്ഥയെക്കുറിച്ചുള്ള ലജ്ജയോ സമ്മർദ്ദമോ കൊണ്ടായിരിക്കാം. ഈ കാർഡിൽ ഒരു ചെറിയ പശ്ചാത്താപവും ഞാൻ കാണുന്നുണ്ട്. അവർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഞാൻ കുറച്ചുകൂടി ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആ ദിവസം ആ വാക്ക് പറയേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അവരെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ എല്ലാവർക്കും ഒരിക്കലെങ്കിലും വരാറുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളോടൊരു പ്രധാന കാര്യം പറയണം. ഈ റീഡിംഗ് കേട്ട് അവർ ഉറപ്പായും തിരികെ വരും, അല്ലെങ്കിൽ അവർ തീർച്ചയായും മെസ്സേജ് അയക്കും എന്ന രീതിയിൽ കരുതരുത്. ഈ കാർഡ് കാണിക്കുന്നത് അവരുടെ മനസ്സിൽ ചില വികാരങ്ങളോ ചിന്തകളോ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കാമെന്ന സാധ്യതയാണ്. അടുത്ത തീരുമാനം എടുക്കുന്നത് അവരുടെ സ്വതന്ത്ര ഇച്ഛയും നിങ്ങളുടെ തീരുമാനങ്ങളും ചേർന്നതാണ്. യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതം നിർത്തിവെക്കരുത്. കാത്തിരിക്കുക എന്നത് തെറ്റല്ല, പക്ഷേ കാത്തിരിപ്പ് നിങ്ങളുടെ ജീവിതം തന്നെ ആകരുത്. പുതിയ കാര്യങ്ങൾ പഠിക്കുക, സ്വയം ശ്രദ്ധിക്കുക, പുതിയ ആളുകളെ പരിചയപ്പെടുക, നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുക. കാരണം നിങ്ങൾ സന്തോഷമുള്ള ഒരാളാകുമ്പോൾ ഏത് ബന്ധത്തെയും കൂടുതൽ വ്യക്തമായി കാണാൻ നിങ്ങൾക്ക് കഴിയും. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ ആ വ്യക്തിയെ മിസ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ആ വ്യക്തിയോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങളുടെ പഴയ ജീവിതത്തെയാണോ നിങ്ങൾ മിസ് ചെയ്യുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം പലപ്പോഴും വ്യത്യസ്തമായിരിക്കാം. ആ ഉത്തരം കണ്ടെത്താൻ ഈ കാർഡ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ കാർഡിൻ്റെ അവസാന സന്ദേശം വളരെ മനോഹരമാണ്. ജീവിതത്തിൽ ചിലർ വരുന്നത് നമ്മളെ മാറ്റാൻ വേണ്ടിയാണ്, ചിലർ കൂടെ നിൽക്കാൻ, ചിലരൊരു പാഠം പഠിപ്പിക്കാനായിരിക്കാം. ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾ പഠിച്ചതാണ് ഏറ്റവും വലിയ സമ്മാനം. നിങ്ങൾ 4ാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവരാണെങ്കിൽ ഇവിടെ വന്നിട്ടുള്ളത് ജഡ്ജ്മെൻറ്റ് എന്നൊരു കാർഡാണ്. ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഈ കാർഡ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വലിയ തിരിച്ചറിവ് നടക്കുകയാണ്. ചിലപ്പോൾ ജീവിതം നമ്മളെ വളരെയധികം പഠിപ്പിക്കും. ആ പഠനം പുസ്തകങ്ങളിൽ നിന്നല്ല, നമ്മൾ നഷ്ടപ്പെടുത്തിയ ആളുകളിൽ നിന്നായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയും ഇപ്പോൾ അത്തരമൊരു ഘട്ടത്തിലായിരിക്കാം. എനിക്കിവിടെ വളരെ ശക്തമായി കാണുന്നൊരു കാര്യം, ഈ വ്യക്തി ഇപ്പോൾ പഴയ സംഭവങ്ങളെ വീണ്ടും ഓർത്തു നോക്കാൻ തുടങ്ങിയിരിക്കാം. അവർ സ്വയം ചോദിക്കുന്നുണ്ടാവാം, അന്ന് ഞാൻ കുറച്ചുകൂടി ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ, എൻ്റെ അഹങ്കാരം മാറ്റിവെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ദിവസം ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. ജീവിതത്തിൽ ഇത്തരം ചോദ്യങ്ങൾ പലർക്കും വളരെ വൈകിയാണ് വരുന്നത്. കാരണം നമ്മുടെ കൂടെയുള്ള ഒരാളുടെ വില പലപ്പോഴും അവർ അകന്നു പോയ ശേഷമാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതമായി ഇതൊന്ന് ബന്ധപ്പെടുത്തി നോക്കൂ. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ശ്രമിച്ച ആളായിരിക്കാം, മെസ്സേജ് അയച്ചത് നിങ്ങളായിരിക്കാം, വിളിച്ചത് നിങ്ങളായിരിക്കാം, ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചതും നിങ്ങളായിരിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ കൂടുതൽ എഫേർട്ട് നിങ്ങളായിരിക്കാം എടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ക്ഷീണിച്ചു, നിങ്ങൾ പിന്നോട്ട് മാറി. അപ്പോഴാണ് നിങ്ങളുടെ അഭാവം അവർ ശരിക്കും അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. അതെല്ലാവർക്കും ബാധകമാവണമെന്നില്ല, പക്ഷേ ഈ കാർഡ് ചിലർക്കെങ്കിലും അത്തരമൊരു എനർജിയാണ് കാണിക്കുന്നത്. മറ്റൊരു കാര്യം പറയാം, ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവാം, പുതിയ ആളുകളെ കാണുന്നുണ്ടാവാം, പുതിയ സാഹചര്യങ്ങൾ നേരിടുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ നൽകിയിരുന്ന കരുതലും ബഹുമാനവും അവർക്കിപ്പോൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. കാരണം ചില കാര്യങ്ങളുടെ വില താരതമ്യം ചെയ്ത ശേഷമാണ് മനസ്സിലാവുന്നത്. എനിക്കിവിടെ ഒരു ചെറിയ കുറ്റബോധം കാണുന്നു. അവർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഞാൻ അവരെ വേദനിപ്പിച്ചോ, ഞാൻ പറഞ്ഞ വാക്ക് ആവശ്യമുണ്ടായിരുന്നോ, അവർ എന്നെ കാത്തിരുന്നിട്ടുണ്ടാകുമോ. ഇത്തരം ചിന്തകൾ ചിലപ്പോൾ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സിലേക്ക് വരാം. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. ഈ തിരിച്ചറിവ് വന്നതുകൊണ്ട് അവർ ഉടനെ നിങ്ങളെ ബന്ധപ്പെടുമെന്ന അർത്ഥമില്ല. ചില ആളുകൾക്ക് തെറ്റ് മനസ്സിലായാലും അത് സമ്മതിക്കാൻ ധൈര്യം കണ്ടെത്താൻ സമയമെടുക്കും. അതാണ് ഈ കാർഡിൻ്റെ യഥാർത്ഥ ആഴം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരുപക്ഷെ നാളെ അവർ നിങ്ങളുടെ മുന്നിൽ വന്ന് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങളുടെ ഹൃദയം ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അല്ലെങ്കിൽ ആ ബന്ധം വിട്ട് മുന്നോട്ട് പോകാനാണോ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത്? ഈ കാർഡ് അവരുടെ മനസ്സിനെക്കുറിച്ച് മാത്രം പറയുന്നില്ല, നിങ്ങളുടെ മനസ്സിനോടും ഈ ചോദ്യം ചോദിക്കുന്നു. ജീവിതത്തിൽ ചിലപ്പോൾ റിയൂണിയനേക്കാൾ വലിയ അനുഗ്രഹം ക്ലോഷർ ആയിരിക്കാം.
മറ്റു ചിലർക്കോ അവസാനിപ്പിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം ഒരു പുതിയ തുടക്കമായിരിക്കാം. ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതാണ് സമാധാനം നൽകുന്നത് അതിലേക്കാണ് യൂണിവേഴ്സ് നിങ്ങളെ നയിക്കുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ചില ബന്ധങ്ങൾ അവസാനിക്കുന്നത് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, രണ്ടുപേരും ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലായതുകൊണ്ടാണ്. ഒരാൾ പക്വതയില്ലാത്ത സമയത്ത് എടുത്ത തീരുമാനങ്ങളായിരിക്കാം വർഷങ്ങൾ കഴിഞ്ഞ് തെറ്റായിരുന്നു എന്ന് തോന്നുന്നത്. ഈ കാർഡ് അത്തരം ഒരു തിരിച്ചറിവിനെയും സൂചിപ്പിക്കുന്നു. യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോടൊരു കാര്യം മാത്രം പറയുന്നു. നിങ്ങളുടെ മൂല്യം മറ്റൊരാളുടെ തിരിച്ചറിവിനെ ആശ്രയിക്കുന്നില്ല. അവർ ഇന്ന് മനസ്സിലാക്കിയാലും നാളെ മനസ്സിലാക്കിയാലും അല്ലെങ്കിൽ ഒരിക്കലും മനസ്സിലാക്കാതിരുന്നാലും നിങ്ങളുടെ മൂല്യം അതുകൊണ്ട് കുറയുന്നില്ല. ഓർമ്മിക്കുക, ഇനി ഈ റീഡിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം, നിങ്ങൾ ഈ ബന്ധത്തിനായി പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, കരഞ്ഞിട്ടുണ്ടാവാം, കാത്തിരുന്നിട്ടുണ്ടാവാം. പക്ഷേ ഈ കാത്തിരിപ്പിനിടയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തരുത്. കാരണം നിങ്ങളുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, നിങ്ങളുടെ സന്തോഷത്തിനും ഒരു അർത്ഥമുണ്ട്. ചില വാതിലുകൾ വീണ്ടും തുറക്കും, ചില വാതിലുകൾ അടയും. പക്ഷേ രണ്ട് നിങ്ങളുടെ നന്മയ്ക്കായിരിക്കും. ഇനി നിങ്ങളുടെ ശ്രദ്ധ സ്വന്തം മനസമാധാനത്തിലേക്ക് മാറ്റുക, സ്വയം സ്നേഹിക്കുക, നിങ്ങളുടെ ജീവിതം ജീവിക്കുക. നിങ്ങൾ പ്രകാശിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ശരിയായ ആളുകളും ശരിയായ അവസരങ്ങളും സ്വാഭാവികമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഈ കാർഡിൻ്റെ ഏറ്റവും വലിയ സന്ദേശം, ചിലപ്പോൾ യൂണിവേഴ്സ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള മറുപടിയല്ല നൽകുന്നത്. എന്നാൽ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അതുതന്നെയായിരുന്നു ഏറ്റവും നല്ല മറുപടി എന്ന് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് പ്രതീക്ഷയോടെ ജീവിക്കുക. പക്ഷേ നിങ്ങളുടെ സന്തോഷം ഒരാളുടെ തീരുമാനത്തിൽ മാത്രം പൂട്ടിവെക്കരുത്. കാരണം നിങ്ങൾ സ്നേഹത്തിന് അർഹനാണ്, ബഹുമാനത്തിന് അർഹരാണ്, സമാധാനത്തിന് അർഹരാണ്. അതിലുപരി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു റീഡിംഗ് അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. കൂടാതെ മാനിഫെസ്റ്റേഷൻ വീഡിയോസും മറ്റ് ടാരോട്ട് വീഡിയോസും ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ആഗ്രഹമുള്ളവർ പോയി കാണുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.